നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും നന്ദി പ്രകടന പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ ബിജെപി ഒരുങ്ങുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനായി അടുത്ത മാസം സംസ്ഥാനത്തെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ അണ്ണാമലൈ പാർട്ടി ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത 2 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ പുനഃക്രമീകരണം സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താനാണ് ബിജെപിയുടെ നീക്കം. DMK സർക്കാർ സാധാരണക്കാരന്റെ ജീവന് ഉറപ്പില്ലാത്തതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. DMK സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ 3 വർഷമായി അക്രമാസക്തമായ രാഷ്ട്രീയം തുടരുകയാണ്. DMK സർക്കാർ സാധാരണക്കാരന്റെ ശബ്ദം അടിച്ചമർത്തുമ്പോൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ തിന്മയുടെ ഭരണം അട്ടിമറിക്കപ്പെടുന്നതുവരെ ബിജെപിയുടെ ശബ്ദം സാധാരണക്കാരന്റെ ശബ്ദമാക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെമ്പാടും തമിഴ് സംസ്കാരത്തിന്റെ അഭിമാനം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യ സഖ്യം നേതാക്കൾ തമിഴ് സംസ്കാരത്തെ അവഹേളിക്കുന്നതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഉണ്ടായ ജീവഹാനിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി S. മുത്തുസ്വാമി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുന്നതുൾപ്പെടെ നിരവധി പ്രമേയങ്ങൾ BJP എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അംഗീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.